ഔസേപ്പിന്റെ ഓസ്യത്ത് എഴുതിയിരിക്കുന്നത് ഫസൽ ഹാസൻ, സംവിധാനം ചെയ്തിരിക്കുന്നത് ശരത് ചന്ദ്രൻ ആർജെ. ഇത് ഒരു ഒരു പച്ചില മറ്റേ പ്രകൃതി എന്നൊക്കെ പറയുന്ന പടമില്ലേ, അങ്ങനത്തെ ഒരു പടം തന്നെ. ഒരു കുറെ പച്ചില പടങ്ങളുടെ മാഷപ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പം ജോജി ഉണ്ട്, നായാട്ടുണ്ട്, അതുപോലെ ഓ ബേബി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് പോത്തൻ തന്നെ വേറെ പടമുണ്ട്. ഇതിൽ എല്ലാവർക്കും കൂടെ ഒരു മിക്സ്, കൂടാതെ നമ്മളെ ദൃശ്യം കൂടിയുണ്ട്. അങ്ങനെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി. സിനിമ ഒരു ഒരു സൈഡിൽ കൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെ പോയിട്ട് അതിനധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. വലിയ ട്വിസ്റ്റോ ടേൺസോ ഭയങ്കര ഒരു അവസാനം ഒരു ഹൈ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഈ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിലാണ് കുറച്ചുകൂടി അവർ പ്രയോറിറ്റി കൊടുത്തത്. അത് പ്രേക്ഷകമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചെടുക്കാനാണ് നോക്കിയത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നല്ല രീതിയിൽ സിനിമ എനിക്ക് വലിയണ പോലെ തോന്നി. ഒന്നത് ഇത് ഒരു പ്രകൃതി സെറ്റപ്പിലാണ് പോകണം. ഞാൻ കണ്ടത് തിരുവനന്തപുരത്തെ മറ്റേ കലാഭവൻ തിയേറ്ററിലാണ്. കുറെ ദിവസത്തിന് ശേഷം അവിടെ കണ്ടത്. 105 രൂപയുള്ള ടിക്കറ്റ്. എന്നിരുന്നാലും കാണുമ്പോൾ മൊത്തത്തിൽ ഡിമ്മായിട്ടിരിക്കണം. ഒരു കുറച്ചുകൂടി ഒരു തെളിച്ചോ ഒന്നുമില്ല, ബാക്ക് ലൈറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഉറക്കം ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടിരുന്നു. അതിന് സിനിമയുടെ കുഴപ്പമാണോ തിയേറ്ററിന്റെ കുഴപ്പമാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂറിനകത്തൊക്കെ ഉള്ളൂ എൻ്റെ ലെങ്ത് ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഒരു 1.5 മണിക്കൂർ ഞാൻ കണ്ട ഇതുപോലത്തെ ഒരു ഫീൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി. ആ സമയത്ത് ഈ ആമവാദം പിടിച്ച പോലെ ഈ പടം പോകുമ്പോഴും വിജയരാഘവൻ എന്നുള്ളൊരു പ്രതിഭയുണ്ട്. പുള്ളി വയസ്സന്മാരുടെ റോൾ ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കണ്ട വയസ്സനല്ലട ഇതിൽ ഫുള്ള് എൻ്റെ ക്യാരക്ടർ മാറി വേറൊരാൾ വരെ. ഇപ്പം നമ്മൾ കിഷ്കിന്ത കണ്ടതിൽ കണ്ട വിജയരാഘവൻ അതും വയസ്സം തന്നെ, ഇതും വയസ്സം. പക്ഷെ എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് അങ്ങനെ കൊണ്ടേ പറ്റുള്ളൂ. ഇങ്ങനെ കാണുന്ന ഈ പറയുന്ന ഈ ആമ പോലെ എഴിഞ്ഞു പോണ സമയത്ത് ഒരു മരുഭൂമിയിൽ മഴ പെയ്യും പോലെയാണ് വിജയരാഘവൻ വരുന്ന ഓരോ ഫ്രെയിംസും. പിന്നെ പുള്ളി ഇല്ലാത്ത കുറച്ച് സമയത്ത് നമുക്കതിൻ്റെ കുറവ് നല്ല പോലെ അറിയാൻ പറ്റും. പക്ഷെ ആ സമയത്തൊക്കെ ദിലീഷ് പോത്തനും നമ്മുടെ ഷാജോണും കൂടി നല്ല രീതിയിൽ പടത്തിനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഷാജോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സഹദേവൻ, ദൃശ്യത്തിൽ സഹദേവൻ്റെ ഇതിൽ പോലീസ് തന്നെ അതേപോലത്തെ ഒരു ഹെയർ സ്റ്റൈലും ഇടയ്ക്ക് മറ്റേ ഡൈയൊക്കെ അടിച്ചിട്ട് കഴിവാതൊക്കെ വന്ന പോലെയൊക്കെ തോന്നി. നല്ല അടിപൊളിയായിരുന്നു. ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയണ ഒരു സീനുണ്ട്, കിടിലായിരുന്നു. ഈ പടത്തിൻ്റെ ഒരു പ്ലസ് എന്ന് പറയാൻ ഒരു എല്ലാ പെർഫോമൻസ് തന്നെ, കഥാപാത്രങ്ങളുടെ ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവരെല്ലാം പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കുറേ സീനുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് പറഞ്ഞത്, പ്രകൃതിയാണ് സംഭവം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടോ എന്ന് എനിക്കുണ്ട്. അവിടെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആക്കാം. കൂടുതലും മറ്റേ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാച്ചുറലിൻ്റെ സൗണ്ടാണ് പടത്തിൽ കാണുന്നത്. അതേ ഒരു ഫ്ലോയിൽ തന്നെയാണ് സിനിമ പോവുകയും ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ടെൻഷൻ തന്ന ആകാംക്ഷ, ഇതെന്താവും ഏതായി തീരുമെന്നൊക്കെ വിചാരിക്കുന്നിടത്ത് അവസാനം അതിൻ്റെ ഒരു ചുവട് പിടിക്കാതെ ഞാൻ പറഞ്ഞില്ല ഇമോഷണൽ പരിപാടിയാണ്. അതും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സിനിമയുടെ ഫൈനൽ ആക്ട് വരുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസ്ഡ് ആയിട്ട് ക്യാരക്ടറിന് ഇങ്ങനെ ചെയ്യുമോ, ചില സീനുകളൊക്കെ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ പോരേടേ. ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് ഈ രീതിയിൽ കൊണ്ടുപോകണ്ടല്ലോ, വേറെ രീതി ചെയ്താൽ പോരെ എന്നൊക്കെ മനസ്സിൽ നമുക്ക് ചിന്തിക്കും. പക്ഷേ അത് സംവിധായകന്റെ എഴുത്തുകാരൻ്റെ ഒക്കെ ഫ്രീഡമാണ്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഹേമന്ത് മേനോനുണ്ട് ഇവരുടെ കനിയനായിട്ട്. ഒരു സീരിയലിലെ ഒരു മെയിൻ നടനെ പോലത്തെ ഒരു ലുക്കും അതേപോലത്തെ അഭിനയം തന്നെയായിരുന്നു. പിന്നെ കനി കുസൃതി ഉണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട്. ഇതുവരെ കാണാത്തൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് നിൽക്കുന്നത്. കേസ് അന്വേഷണത്തിനൊക്കെ ഒരു ലോജിക് ഉണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലെനയുണ്ട്. ലെനയുടെ ഒരു ചോദ്യം ചെയ്യൽ സീനിൽ ലെനയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സെറിൻ ഷിഹാബ് ഒരു വലിയ റോളൊന്നുമില്ല, ഉള്ളത് നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ജോജി മുണ്ടക്കയം, അങ്ങനെ കുറേ പേരുണ്ടല്ലോ ഈ പടങ്ങളിൽ വരുന്ന ഈ ഒരു കോട്ടയം ഇടുക്കി പ്രദേശങ്ങളിൽ നടക്കുന്ന സിനിമകൾ, ഹൈ റേഞ്ച് പടങ്ങൾ വരുമ്പോൾ കുറേ ടീമുകൾ വരുമല്ലോ, അവരെല്ലാവരും ഇതിനകത്തുണ്ട്. നൃത്യം അപമാനിക്കുന്നവേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ പടം മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും. പ്രത്യേകിച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും തോന്നല്ലേ നമുക്കൊരു ഈ പറഞ്ഞ ഒരു കിഷ്കിന്ത കണ്ടോ അങ്ങനത്തെ ജോജിയൊക്കെ കണ്ട് കഴിയുന്ന ഒരു സാധനം. പ്രകൃതി പടങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ചില സിനിമകൾ ഇരട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാങ് ഓവറിൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒന്നുമില്ല. ഈ പടം കണ്ടിട്ട് 2 മണിക്കൂർ ഒരു സിനിമ കണ്ടിട്ട് പോയടേ എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വെറൈറ്റിക്ക് പറയുന്നത് ഒരു ആവറേജ് പടം. നല്ല പെർഫോമൻസ് ഉണ്ട്, കുറേ സ്ക്രിപ്റ്റിൽ കുറേ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചില സീനുകളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് കൊള്ളായിരുന്നു. ഓവറാൾ ഈ പറഞ്ഞ ഈ തിയേറ്ററിൻ്റെ കേസ് ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കഥയിലും ഈ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഫൈനൽ ആക്ട് കൺക്ലൂഡ് ചെയ്ത വിധമൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. അത്രേ ഉള്ളൂ. എന്തരാ വരട്ടെ.